ഒത്തിരി പൈതൃകമായിട്ട് പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതും പഴയ കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? പിന്നെ പല കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ കൊച്ചു കഥകൾ പോലെ പറയുന്നത്, കൗതുകത്തിനായിട്ട് പറയുന്നത്, അതിൽ ഫുൾ 100% ട്രൂ ആവണമെന്നില്ല. അപ്പോൾ അതാണ് റിസർച്ചും ഹിസ്റ്ററിയും ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് അതിൻ്റെ കുറച്ചും കൂടി ഫാക്ച്വലായിട്ട് അറിയാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാരണം നമ്മളത് കുറേയും കൂടി റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 100% ട്രൂ അല്ല, കുറച്ച് അംശം കറക്റ്റ് ഉണ്ടായിരിക്കും, ബാക്കിയെല്ലാം മസാലയായിരിക്കും. അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ പറയാമോ? എന്തെങ്കിലും അങ്ങനെ ഒരു റിയൽ ഫാക്റ്റും? ഇപ്പോൾ അല്ല, എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോർ എ സിമ്പിൾ തിങ്, ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഡേറ്റ് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ഒരു ഡേറ്റ് പറയുകയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു സിറ്റിയുടെ എക്സാക്റ്റായിട്ട് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു സിറ്റി ഒരു ദിവസത്തിൻ്റെ ഉള്ളിലല്ല പണിയണത്, അത് ഉണ്ടാവുന്നത്. അങ്ങനെ തന്നെ കൊട്ടാരങ്ങൾക്കുള്ള ഡേറ്റ്സ് നമ്മൾ പറയുമ്പോൾ ഈ സമയത്താണ്, അല്ലെങ്കിൽ ഈ രാജാവാണ് ഈ കൊട്ടാരം തുടക്കം വെച്ചത് ആരെങ്കിലും ആയിരിക്കും, പിന്നെ അത് ഫിനിഷ് ആകുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കും. അങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഐ മീൻ ഇൻട്രസ്റ്റും കാണില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല അവർക്ക്. അപ്പം നമ്മളിങ്ങനെ ഒരു ഡേറ്റ് നമ്മളങ്ങ് പറയാമെന്നുള്ളത്. പക്ഷെ അതിൽ കുറേയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഫാക്റ്റ് എന്താണെന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ബറോഡയിലാണ് ജനിച്ച് വളർന്നത്. ബറോഡ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നത് ഏറ്റവും കലയ്ക്കും സംസ്കാരത്തിലൊക്കെ ഏറ്റവും പേരുകേട്ട രാജ്യങ്ങളിലൊന്നാണ് അല്ലേ? അപ്പോൾ ശരിക്കും ആ ഒരു സ്ഥലത്തെ താമസവും നമ്മുടെ ആർക്കിയോളജിയിലേക്കുള്ള പ്രവേശനവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആർക്കിയോളജി ആക്ച്വലി ബറോഡയ്ക്ക് അങ്ങനെ ചോദിച്ചാൽ ബറോഡ സിറ്റിക്ക്, അല്ലെങ്കിൽ ബറോഡ ഇപ്പോൾ നിൽക്കുന്ന ബറോഡ സിറ്റി, ആ സിറ്റിക്ക് അധികം പഴക്കമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആക്ച്വലി ട്രിവാൻഡ്രം ഫോർ ഇൻസ്റ്റൻസ് നോക്കാമെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സിറ്റിക്ക് അധികം പഴക്കമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ബറോഡ കുറച്ച് കഴിഞ്ഞ ഒരു 200-300 കൊല്ലം മുമ്പുള്ള വന്ന രാജാക്കന്മാർ അവർ വരുത്തിയ മാറ്റങ്ങളാണ് ബറോഡേനെ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാക്കിയത്. ഒരു എഡ്യൂക്കേഷണൽ സെൻറ്ററാണത്. അവിടെ നിങ്ങൾക്കറിയാം ബറോഡ ഫൈൻ ആർട്സ് കോളേജ് ഈസ് വെരി വെൽ നോൺ. അങ്ങനെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് അവിടെ വെൽ നോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് മോർ ഓഫ് ദാറ്റ് എഡ്യൂക്കേഷണൽ സെറ്റപ്പ് ആയിരുന്നു എന്നെ കുറേയും കൂടിയും റിസർച്ച് സൈഡിലോട്ട് എൻകറേജ് ചെയ്തത്. അത് കോളേജ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോൾ വെൻ ഐ ജോയിൻഡ് യൂണിവേഴ്സിറ്റി, സ്കൂളിൻ്റെ ആ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തപ്പോൾ അതാണ് എൻ്റെ ഒരു അക്കാഡമിക്സിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നതും, പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റും വന്നത് അപ്പോഴാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ കാരണമാണ് ബറോഡ MS യൂണിവേഴ്സിറ്റി ഇറ്റ് വാസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് സ്റ്റിൽ ഈസ് വെരി വെരി വണ്ടർഫുൾ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു, ട്രാവൽ ബുക്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം എത്തി നിൽക്കുന്ന ഒരു ബുക്ക് റിലീസ് ആവാൻ പോവുകയാണല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തിലേക്ക് തിരിയാനുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന കാര്യം പറഞ്ഞു. മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ശരിക്കും എന്തൊക്കെയാണ് അവരിലേക്ക് നമ്മൾ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഏറ്റവും പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നത് ടോളറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേയും കൂടിയും നമ്മുടെ സൊസൈറ്റി കുറേ ഇൻടോളറൻ്റ് ആയിട്ട് മാറാണ്. ഇപ്പോൾ നിങ്ങൾ 2 ദിവസം മുമ്പ് അറിഞ്ഞില്ലേ, പെഷാവറിൽ കുട്ടികളെ കൊന്നു. 130-140 കുട്ടികളെയാണ് വെടിവെച്ച് കൊന്നത്. സോ നമ്മൾ ആ ഒരു റിലീജിയസ്, പെർട്ടിക്കുലർലി റിലീജിയസ് ഫെനാറ്റിസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ ആ ഒരു മെയിൻ ടേണിംഗ് പോയിൻറ്റ് വാസ് ബാബറി മസ്ജിദ് ഡിസ്ട്രോയ് ചെയ്ത ആ കാലത്ത്. അപ്പോൾ മോൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐ ഫെൽറ്റ് ദാറ്റ് ഇങ്ങനത്തെ ഒരു റിലീജിയസ് ഇൻടോളറൻസ് ഇങ്ങനെ കൂടി വരികയാണ്.
അപ്പോൾ ആ ഒരു സദ്ഭാവന ഫോർ ഓൾ റിലിജൻസ്, ഓൾ പീപ്പിൾ, കാസ്റ്റ്, ക്ലാസ്, ക്രീഡ്, റിലിജൻ എല്ലാം അക്രോസ് ഒരു സ്പിരിറ്റ് ഓഫ് ടോളറൻസ് വേണം നമുക്ക്. അത് നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തി കൊണ്ടുവരണം ചെറിയ പ്രായം തൊട്ടിട്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് we should spread the message of love, you know. The children are the best people to spread that message of love. So that's why my writing is mainly focusing on children to have these small values in them, you know, mainly spirit of tolerance. അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ടോളറൻസ് എന്ന ഒരു എയിമിന് വേണ്ടിയിട്ട് എന്താണ്, ഏത് കുഞ്ഞു കുഞ്ഞു നമ്മുടെ മുമ്പൊക്കെയുള്ള മോറൽ വാല്യൂസുള്ള കഥകളാണോ അതോ മറ്റെന്തെങ്കിലും ഈ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്? എന്താണ് ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ്? നമ്മുടെ കൾച്ചറുമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി, നമ്മുടെ പഴയ ട്രഡീഷണൽ വാല്യൂസും ഇപ്പോഴത്തെ ട്രെൻഡ്സും വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒന്നാമത്തത് ഗ്രൗണ്ട് റിയാലിറ്റീസ് ആയിട്ട് ഇത് ഈ പുസ്തകം മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് കുട്ടികളെയാണ്. ഇന്നത്തേന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ പപ്പയും മമ്മിയും ചേട്ടനും അനിയത്തിമാരായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വളരെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ എൻജോയ്മെൻ്റ് ആണ്, കുട്ടികൾക്ക് എപ്പോഴും അവരുടെ എൻജോയ്മെൻ്റ് ആണല്ലോ ഏറ്റവും. അതായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിവോഴ്സും ഏറ്റവും കൂടുതൽ സൂയിസൈഡും നടക്കുന്നത്. കാരണം അവർക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഗ്രൗണ്ട് റിയാലിറ്റീസ് ആയിട്ട് ടച്ച് വളരെ കുറവാണ് കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മുടെ കാറിലാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഒരു ഇൻസുലേറ്റഡ് ലൈഫാണ്. എയർ കണ്ടീഷൻ വീട്ടിൽ നിന്ന്, എയർ കണ്ടീഷൻ കാറിൽ നിന്ന്, എയർ കണ്ടീഷൻ ഓഫീസ് സ്പേസിലേക്ക് നമ്മളങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളും അത് പേരൻസിനും വലിയ ഗ്രൗണ്ട് റിയാലിറ്റീസ് ആയിട്ട് ടച്ചില്ല. അപ്പോൾ കുട്ടികളും അങ്ങനെ അധികം പഠിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലത്തെ കൺട്രിയിൽ പാവപ്പെട്ടവരുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ ക്ലീൻലിനെസ് ഒരു പ്രശ്നമാണ്, കറപ്ഷൻ ഒരു പ്രശ്നമാണ്, കുട്ടികൾ ജെൻഡർ, പെൺകുട്ടികൾക്ക് ആ ഡിസ്ക്രിമിനേഷൻ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഡിസ്ക്രിമിനേഷൻ. ഒരു മിഡിൽ ക്ലാസ്, സാധാരണ മിഡിൽ ക്ലാസ് വീട്ടിലുള്ള കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിയ പോലുമില്ല. എന്നാൽ ആൺകുട്ടിയും പെൺകുട്ടികളിലും വ്യത്യസ്തം, സെപ്പറേറ്റായിട്ട് കാണിക്കുന്ന ഫാമിലീസ് ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പോൾ നമ്മൾ റൂറൽ ഇന്ത്യയിൽ പോകാമെന്ന് വെച്ചാൽ, ഗ്രാമപ്രദേശങ്ങളിൽ, കേരളയിൽ അത്രയും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ വേറെ സ്റ്റേറ്റ്സിൽ പോകുമ്പോൾ ഈ ഗേൾ ചൈൽഡ്, ബോയ് ചൈൽഡ് ഇസ് എ ബിഗ് പ്രോബ്ലം. ശരിക്കും ഈ ഒരു ബുക്കിലൂടെ പേരെന്തായിരുന്നു ബുക്കിൻ്റെ? ആനക്കോണ്ട ഇൻ മൈ ബാക്ക് യാർഡ്. ആക്ച്വലി ആനക്കോണ്ട ഈസ് ആക്ച്വലി ഒരു നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ ഈ പല ഗട്ടറോ എന്താ പറയുക, ഈ വെള്ളം ഒഴുകുന്ന ചാലുകൾ എത്ര ഡേർട്ടി ആയിട്ടാണ് ഒഴുകുന്നത്. പണ്ടൊക്കെ ഇത് വളരെ നന്നായിട്ട് ക്ലീനായിട്ട്, ഇപ്പോൾ ഞാൻ പലരെയും കാണുന്നുണ്ട്, പ്രായമായുള്ള ആൾക്കാർ പറയുമോ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന തോടിൽ ആ വെള്ളം എടുത്ത് നമുക്ക് കൈ കഴുകാം, അത്ര ക്ലീനായിരുന്നു ആ തോടിലത്തെ വെള്ളം. പക്ഷെ ഇന്നിപ്പോൾ നോക്കൂ, ഇറ്റ്സ് സോ ഡേർട്ടി. അതിലുള്ള എല്ലാ റബ്ബിഷും എല്ലാ വേസ്റ്റും എല്ലാം ഇട്ടിട്ട് അതൊരു ഗട്ടറിൻ്റെ പോലെയാണ് അത് ഒഴുകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗട്ടറിനെ കുറിച്ച് ഈ ആനക്കോണ്ട എന്ന് പറയണത്. ചിലർ വിചാരിക്കും അത് ചിലപ്പോൾ ശരിക്കുള്ള ആനക്കോണ്ടയാണ്. ഇപ്പം ആർക്കിയോളജി പഠിച്ചു നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അതുപോലെ പലയിടങ്ങളിലെയും അത് ഇതായിട്ട് ആർക്കിയോളജിക്കൽ അല്ലാതെ ആണെങ്കിലും സ്വന്തം താല്പര്യപ്രകാരം പല രാജ്യങ്ങളുടെയും പൈതൃകം പഠിച്ചു. അപ്പോൾ ശരിക്കും അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ താല്പര്യം, എനിക്കിവിടെ താമസിക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലേക്ക് വന്ന പൈതൃകമുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതെ, ഡെഫിനറ്റ്ലി. ഇന്ത്യയുടെ അത്ര റിച്ച് ആയിട്ടുള്ള വേറെ ഒരു, ഞാനിത് ഇത്രയൊക്കെ യാത്ര ചെയ്തതിൽ ഇന്ത്യയുടെ അത്ര ഡൈവേഴ്സിറ്റി ഉള്ളത്, നമുക്ക് എന്ത് ഡൈവേഴ്സിറ്റിയാണെന്ന് വെച്ചാൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി, ജോഗ്രഫിക്കൽ, യു ഹാവ് ഡെസേർട്ട് ഉണ്ട്, കാടുണ്ട്, മഞ്ഞുണ്ട്, കടലുണ്ട്, ആ ഒരു ഡൈവേഴ്സിറ്റി അത് അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഇറ്റ്സ് ക്ലീഷേഡ് ദാറ്റ് ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന്. പക്ഷെ ഇത്ര ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രി വേറെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് ഉള്ള ഒരു കൺട്രി വേറെ ഒന്നുമില്ല. ഇന്ത്യ ഈസ് വണ്ടർഫുൾ. ആൻഡ് ഐ തിങ്ക് ഇന്ത്യയുടെ, ഐ ഫീൽ ഞാനെപ്പോഴും പറയും നമ്മൾ ഈ ലാൻഡിൻ്റെ, വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. നമ്മൾ എവിടെ പോയാലും, എവിടെ നിന്ന് നമ്മൾ നോളജോ എന്ത് ശേഖരിച്ചാലും നമ്മുടെ നാട്ടിൽ തിരിച്ച് വന്ന് അത്
നമ്മുടെ നാടിനെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. സോ ദാറ്റ്സ് വൈ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇപ്പോൾ ഇത്ര കൊല്ലങ്ങൾ ജനിച്ച് വളർന്ന് നിങ്ങൾ ചോദിച്ച പോലെ വൈ കേരള, I feel good that I'm back in Kerala, and Trivandrum is a lovely place. I mean, ഇപ്പോൾ ബാങ്കോക്ക് ആണെന്ന് വെച്ചാലും അല്ലെങ്കിൽ പൂന പോലത്തെ വലിയ സിറ്റി ആണെന്ന് വെച്ചാലും അല്ലെങ്കിൽ ബറോഡ ഭയങ്കര വലിയ സിറ്റിയായി. അത് ഭയങ്കര റഷാണ്, ഭയങ്കര സ്പീഡാണ്, ട്രാഫിക് ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത. ട്രിവാൻഡ്രം അതൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു, അതുപോലെ വലിയൊരു സിറ്റിയാണ്, ബട്ട് നമുക്ക് മാനേജബിൾ ആണ്. പക്ഷെ അത്ര വലിയ സിറ്റിയല്ല. നമ്മൾ ഇതൊക്കെ ട്രിവാൻഡ്രം ഈ പല സിറ്റികളിലും നമ്മൾ ജീവിച്ചിട്ട് വരുമ്പോൾ ട്രിവാൻഡ്രം വളരെ ചെറിയൊരു സിറ്റിയാണ്, ഒരു വലിയൊരു ടൗൺ എന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് നല്ലതാണ്. ഐ ലൈക്ക് ഇറ്റ്. ഇവിടുത്തെ ഇപ്പോഴും നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മുടെ ജനലിൽ നിന്ന് വെളിയിൽ നോക്കിയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മരങ്ങളാണ് കാണുന്നത്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇപ്പോഴും നമുക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ട്. ബാങ്കോക്കിലൊക്കെ എന്ന് വെച്ചാൽ ആകാശം കാണണമെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ പോയി നോക്കണോ, അതല്ല ആകാശമാണ് അങ്ങനെ. സോ ദാറ്റ് ഈസ് എ ലവ്ലി ബിൽഡിങ്സ് കൊണ്ട് ആകാശം മറഞ്ഞിരിക്കുന്നത്, സ്കൈ ലൈൻ. അത് പക്ഷേ സിറ്റിയിൽ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ തായ്ലൻഡിലെ ബാക്കിയുള്ള ഉൾപ്രദേശങ്ങളിൽ പോയെന്ന് വെച്ചാൽ നമ്മുടെ കേരളയുടെ അത്ര ബ്യൂട്ടിഫുൾ ആണ് അത്. തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞ ലവ്ലി പ്ലേസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. പക്ഷേ സിറ്റി ആ ലെവലിലേക്ക് ട്രിവാൻഡ്രം ഒരിക്കലും വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയും അപേക്ഷയൊക്കെ ഉണ്ട്. ഋതുഭേദങ്ങളിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ആർക്കിയോളജിസ്റ്റും എഴുത്തുകാരിയുമായ ശ്രീമതി ബിന തോമസിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളിലൂടെയാണ്. ഇനി മറ്റൊരാളുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.